എന്നോട് ഇഷാൻ കുറേ നാളായിട്ട് സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ശരി, അപ്പോൾ പിന്നെ നമുക്കൊന്ന് തുടങ്ങിയാലോ സൈക്കിൾ ഉണ്ടാക്കണത്. അപ്പോൾ അവനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ ഈ സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡും പേപ്പറും ആണ് ആവശ്യം. ഇതുപോലെ വട്ടത്തിൽ 4 കഷ്ണം ഞാൻ വെട്ടിയെടുത്തിട്ട് രണ്ടും കൂടെ ചേർത്ത് ഒട്ടിക്കുകയാണ് സൈക്കിളിൻ്റെ ടയറിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വേസ്റ്റായ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അതൊന്നും കളയണ്ട. ഇതേമാതിരി നമുക്ക് ഓരോരോ ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അതൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ടും. പിന്നെ അവരും നന്നായിട്ട് നമ്മളെ കൂടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റോടെ വരും. അപ്പോൾ നമുക്ക് വന്നിട്ട് അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കും ചെയ്യാം. കണ്ടോ, കാർഡ്ബോർഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കുറേ സഹായിച്ചു അവൻ. ഇത് ആ കാർഡ്ബോർഡിൻ്റെ ബാക്ക് സൈഡാണ്. അത് ആ ടയറിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് ഇതേമാതിരി ഒരു കാർഡ്ബോർഡ് കഷ്ണം ഉള്ളിൽ വെക്കണം. ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പേപ്പറിൻ്റെ സ്ട്രോ മാതിരി കടത്തി വിട്ടാൽ ഈ ടയർ ഇങ്ങനെ തിരിയും. അത് തിരിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹോളിൽ കൂടെ പേപ്പർ കടത്തിയത്. കണ്ടോ, അത് തിരിയണം. ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് ആ ടയറിനെ യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ സ്ട്രോ എടുത്തിട്ട് ഞാൻ ആ കടത്തി വിട്ട സ്ട്രോ ഇല്ലേ അതിൻ്റെ 2 സൈഡിലും ഒട്ടിക്കണം. അതേമാതിരി 2 ടയറിനും നമ്മൾ ചെയ്യണം. അപ്പോഴാണ് ആ ടയർ തിരിയുക. പേപ്പർ സ്ട്രോ എന്ന് പറഞ്ഞാൽ പേപ്പർ എടുത്തിട്ട് ചുരുട്ടിയിട്ട് ഇതേമാതിരി സ്ട്രോ പോലെ വെക്കുക. അതാണ് പേപ്പർ സ്ട്രോ. ഇനി നമുക്ക് ഫ്രണ്ട് ടയറിനെ യോജിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് കണ്ടോ 2 സ്ട്രോയുടെ നടുവിൽ വന്നിട്ട് ഇതേമാതിരി ചെറിയൊരു കഷ്ണം വെച്ച് ഒട്ടിക്കണം. പിന്നെ സൈക്കിളിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രോ എടുത്തിട്ട് നടുക്ക് ഇതേമാതിരി കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ പേപ്പർ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഒട്ടിച്ചില്ലേ അതിൻ്റെ മേലെ കൂടെ ഒട്ടിച്ചാൽ ഫ്രണ്ട് ടയർ റെഡിയായി. ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് 2 ടയറും കൂടെ യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേമാതിരി നീളത്തിലുള്ള 2-3 സ്ട്രോ എടുക്കണം. സ്ട്രോ എടുത്തിട്ട് ഇങ്ങനെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒട്ടിച്ചതിന് ശേഷം രണ്ടാമത്തെ ടയറും കൂടി നമുക്ക് യോജിപ്പിക്കാം. സൈക്കിളാകുമ്പോൾ പെഡലും സീറ്റും വേണമല്ലോ. സീറ്റിനായിട്ട് ഞാൻ സോഫ്റ്റ് ക്ലേ ഇല്ലേ അതാണ് എടുത്തുള്ളത്. അതെടുത്തിട്ട് ഇതേമാതിരി സീറ്റ് പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ പെഡലും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബേസ് കളർ ഞാൻ കൊടുക്കുന്നത് റെഡാണ്. അവൻ പറഞ്ഞു റെഡും യെല്ലോയും വേണമെന്ന്. അപ്പോൾ ഒരു സൈഡ് റെഡും ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് യെല്ലോയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടയറിന് ബ്ലാക്കും ഒരു ടയറിന് റെഡും കൊടുത്തിട്ടുണ്ട്. ഇതോടെ നമ്മളുടെ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞു പെയിൻറ്റിൻ്റെ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ സൈക്കിളും? നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം.